Chapter 4 Principle of Mathematical Induction. Principle of Mathematical Induction ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5 ക്വസ്റ്റ്യൻ ചെയ്തു. അടുത്തത് prove by PMI 1 into 2 plus 2 into 3 plus 3 into 4 plus etc. plus n into n plus 1 is equal to n into n plus 1 into n plus 2 by 3. അപ്പോൾ n ഉൾപ്പെടുന്ന ഇത്തരം സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കും. പ്രിൻസിപ്പൽ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന് 3 സ്റ്റെപ്പാണുള്ളത്. പി ഓഫ് 1 ട്രൂ ചെയ്യണമെന്ന് പ്രൂവ് ചെയ്യുക, ശരിയാണെന്ന് പ്രൂവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പി ഓഫ് കെ ശരിയാണെന്ന് അസ്യൂം ചെയ്യുക. പി ഓഫ് കെ ഉൾപ്പെടുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കുക. എന്നിട്ട് പി ഓഫ് കെ പ്ലസ് 1 പ്രൂവ് ആണെന്ന്, അത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഈ 3 സ്റ്റെപ്പും കഴിഞ്ഞാൽ നമുക്ക് പറയാം hence by principle of mathematical induction it is true for all natural numbers. എന്നിന് ഏത് വാല്യൂ കൊടുത്താലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് അവിടെ ആദ്യം പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് പി ഓഫ് 1 ചെയ്തു നോക്കാം. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്നിന് 1 കൊടുക്കുക, അതായത് ലാസ്റ്റ് ടേമിന്റെ എന്നിന് 1 കൊടുത്താൽ മതി. 1 into 1 plus 1, that is 1 into 2. P of 1ന്റെ left hand side is equal to 1 into 2, which is equal to 2. റൈറ്റ് സൈഡിലും എന്നിന് 1 കൊടുക്കുക. 1 into 1 plus 1 into 1 plus 2 by 3, which is equal to 1 into 2 into 3 by 3, which is equal to 2. അപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും 2 കിട്ടി. സോ പി ഓഫ് 1 is true. അപ്പോൾ നമുക്ക് എഴുതാം പി ഓഫ് 1 is true. അതുകൊണ്ട് assume that p of k is true. k ഉൾപ്പെടുന്ന സ്റ്റേറ്റ്മെന്റും എഴുതി വെക്കാം. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏത് ക്വസ്റ്റ്യനിലും സെയിം ആയിരിക്കും. പി ഓഫ് 1 is true. Assume that p of k is true for some natural number k less than n. Implies that ആ k ഉൾപ്പെടുന്ന സ്റ്റേറ്റ്മെന്റ്, അതായത് നമ്മൾ കിട്ടിയ ക്വസ്റ്റ്യനിൽ എന്നിന് പകരം k കൊടുത്തെഴുതുന്ന സ്റ്റേറ്റ്മെന്റും എഴുതി വെക്കാം. അപ്പോൾ ഇത് ഇത്രയും ഈക്വൽ ആണെന്ന് ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിൽ മൂന്നാമത്തെ പ്രൊസീജിയറിലോട്ട് പോവാം. പി ഓഫ് കെ പ്ലസ് 1. പി ഓഫ് കെ പ്ലസ് 1ന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ശരിയാണെന്ന്, ഒരേപോലെയാണെന്ന് കാണിക്കണം. അതായത് പി ഓഫ് കെ പ്ലസ് 1ൽ എൽ എച്ച് എസ് എഴുതാം. എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു 1 into 2 plus 2 into 3 plus etc. പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ പി ഓഫ് കെ പ്ലസ് 1 ആണ്. അപ്പൊ ഇനി എന്ത് കൊടുക്കുക? കെ പ്ലസ് 1 കൊടുക്കുക. എന്നൊക്കെ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ കെ പ്ലസ് 1 കൊടുക്കാം. കെ പ്ലസ് 1 into കെ പ്ലസ് 1 പ്ലസ് 1 അല്ലെ, ഇൻ പ്ലസ് 1 എന്ന് പറയുന്നത് കെ പ്ലസ് 1 പ്ലസ് 1. ഇതാണ് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 into 2 plus 2 into 3 plus etc. പ്ലസ് ഈ ഒരു സ്റ്റെപ്പിന് തൊട്ട് മുന്നേ എഴുതിയിട്ടില്ല നമ്മൾ, എക്സെട്ര ഇടുന്ന അവിടെയൊക്കെ ടേംസ് ഉണ്ടെന്ന് കാണിക്കാനാ. അപ്പൊ ഈ ഒരു ഇവിടെയുള്ള തൊട്ട് മുന്നേ ഉള്ള ടേം എഴുതുക. ആ ടേം ഏതായിരിക്കും? കെ ഇൻറ്റു കെ പ്ലസ് 1 ആയിരിക്കും അല്ലെ. 2ന്റെ തൊട്ട് മുന്നേ ഉള്ളത് 1, അപ്പൊ കെ പ്ലസ് 1ന് തൊട്ട് മുന്നേ ഉള്ളത് കെ. 3ക്ക് തൊട്ട് മുന്നേ 2, അതുകൊണ്ട് കെ പ്ലസ് 1 പ്ലസ് 1, കെ പ്ലസ് 2ന് തൊട്ട് മുന്നുള്ളത് കെ പ്ലസ് 1 പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു ഈ ലാസ്റ്റ് ടേം കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. അപ്പൊ നമുക്ക് ഇവിടം വരെയുള്ള റിസൾട്ട് അറിയാവുന്നതാണ്. എന്താണ് ആ റിസൾട്ട്? പി ഓഫ് കെ ശരിയാണെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇവിടം വരെയുള്ള സം എന്ന് പറയുന്നത് കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ബൈ 3 ആണ്. കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ബൈ 3. ഓക്കെ, അപ്പോൾ ഇത് പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. അപ്പൊ നമുക്ക് ഇങ്ങനെ കാൽക്കുലേഷൻ ഫ്രാക്ഷൻ ആഡ് ചെയ്യാനായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് കോമൺ വല്ലതും ഉണ്ടോ നോക്കുക. കോമൺ എടുത്ത് മാറ്റിയതിന് ശേഷം ഫ്രാക്ഷൻ ആഡ് ചെയ്യുക. കോംപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. കെ പ്ലസ് 1 ഉണ്ട്, കെ പ്ലസ് 2 ഉണ്ട് അല്ലെ. കെ പ്ലസ് 1 നമുക്ക് പുറത്തെടുക്കാം, കെ പ്ലസ് 2ഉം പുറത്തെടുക്കാം. അപ്പൊ ഫസ്റ്റ് ടേമിൽ നിന്ന് അത് മാറ്റി കഴിയുമ്പോൾ കെ ബൈ 3 ആണ് വരുന്നത്. അതുപോലെ സെക്കൻഡ് ടേമിൽ നിന്ന് അത് മാറ്റി കഴിയുമ്പോൾ 1 ആണ് വരുന്നത്. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് ഇവിടെ 1 ഉണ്ട് അല്ലെ. കെ 1 ഇൻറ്റു കെ ഇസ് കെ 1 ഇൻറ്റു 3 ഇസ് പ്ലസ് 3 ബൈ 3. അപ്പൊ ഇതാണ് നമുക്ക് എൽ എച്ച് എസ് ആയിട്ട് കിട്ടിയത്. ഇനി ഈ സ്റ്റേറ്റ്മെന്റിന്റെ പി ഓഫ് കെ പ്ലസ് 1ന്റെ ആർ എച്ച് എസ് എന്ന് നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ്. പി ഓഫ് എന്നിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതായിരുന്നു, എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു എൻ പ്ലസ് 2 ബൈ 3. അപ്പൊ ഇവിടെ എവിടെയൊക്കെ എൻ കിടക്കുന്നു അവിടെയൊക്കെ നമുക്ക് എന്ത് കൊടുക്കണം? കെ പ്ലസ് 1 കൊടുക്കണം. അതാണ് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത്. കെ പ്ലസ് 1 ഇൻറ്റു
k plus 1 plus 1 into k plus 1 plus 2 by the whole divided by 3. It is equal to k plus 1 into k plus 2 into k plus 3 by 3. ഇതാണ് റൈറ്റ് സൈഡ് കിട്ടിയത്. ലെഫ്റ്റ് സൈഡ് നമുക്ക് ചെയ്തു വന്നപ്പോഴും ഇത് തന്നെയാണ് കിട്ടിയത് അല്ലേ. ഈ ഒരു ബൈ 3 എന്ന് പറയുന്നത് ഇത് മൊത്തത്തിലുള്ള 3 ആണ്. അപ്പോൾ നമുക്ക് ഇത് തന്നെയാണ് LHSും കിട്ടിയത്. That is left hand side is equal to right hand side. So P of k plus 1 is true. So P of n is true for every natural number n. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ്റെയും ലാസ്റ്റ് ഈ സെൻറ്റൻസ് ഉണ്ടായിരിക്കണം. P of k plus 1 ശരിയാണെന്ന് പ്രൂവ് ചെയ്താൽ ഉടനെ നമുക്ക് എഴുതാൻ പറ്റും. So by PMI, Pn is true for every natural number n. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെയും P of 1 നമുക്ക് ചെയ്തു നോക്കാം. P of 1 എന്ന് പറയുന്നത് P of 1ന്റെ ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് is equal to ഇവിടെ 1 കൊടുക്കുക. 2 into 1, 1 minus 2 into 1 എന്ന് പറഞ്ഞാൽ 2 minus 1. 2n plus 1 എന്ന് പറഞ്ഞാൽ 2 into 1 plus 1, that is 2 plus 1, which is equal to 1 into 3, which is equal to 3. റൈറ്റ് സൈഡിൽ, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഈ ഒരു n-ന് പകരം എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. 1 into 4 1 square, 4 into 1, 4 into 1 square, that is 4, plus 6 into 1, 6, minus 1 by 3. അപ്പം 9 by 3 വരും. 9 by 3 which is also 3. അപ്പോൾ LHSും RHSും ഈക്വൽ ആയി. So P of 1 is true. Assume that P of k is true for some natural number k less than n. P of k യുടെ സ്റ്റേറ്റ്മെന്റ്. pk എന്ന സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് pk plus 1 ഒന്ന് പ്രൂവ് ചെയ്യാൻ നോക്കാം. P of k plus 1ന്റെ ലെഫ്റ്റ് സൈഡ് ആദ്യം എഴുതാം. P of k plus 1 ലെഫ്റ്റ് സൈഡ് LHS is equal to 1 into 3 plus 3 into 5 plus 5 into 7 plus etc. ആ ഒരു ലാസ്റ്റ് ടേമിലെ n എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്ത് വേണം? k plus 1 കൊടുക്കണം. അപ്പോൾ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇതാണ് 2n minus 1 into 2n plus 1. ആ n-ന് പകരം എന്ത് കൊടുക്കാം? k plus 1 കൊടുക്കാം. ഇറ്റ് is 2 into k plus 1. അപ്പോൾ ആ 2n-നകത്ത് നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് 2n-നകത്തൊക്കെ k plus 1 കൊടുക്കുമ്പോൾ ഈ 2 എന്ന് പറയുന്നത് രണ്ടു പേർക്കും കൂടി ഉള്ളതാണ്. kയ്ക്കും ഉള്ളതാണ് 1-നും കൂടെ ഉള്ളത്. അപ്പോൾ k plus 1 ആ ബ്രാക്കറ്റിൽ n-ന് പകരം 2n-ന് പകരം നമ്മൾ k plus 1 ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്രാക്കറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കാം. -1 ഇനി 2n minus 1. ഓക്കെ, 2n minus 1 into 2n plus 1. അതുപോലെ തന്നെ എഴുതാം 2 into k plus 1 plus 1. ഇതാണ് ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ് ഇനി എഴുതേണ്ടത് തൊട്ട് മുന്നത്തെ ടേം, ദാറ്റ് ഈസ് 1 3 plus 3 into 5 plus etc. പ്ലസ് ഇതിന്റെ തൊട്ട് മുന്നത്തെ ടേം എന്ന് പറയുന്നത് P of k യിൽ ഉണ്ടായിരിക്കുന്ന ടേം ആണ്. 2k minus 1, 2k plus 1. ലാസ്റ്റ് ടേം ആയിട്ട് ഇത് എഴുതാം. ഇത് എഴുതുമ്പോൾ നമുക്ക് ഇനി സ്പ്ലിറ്റ് ചെയ്തും ഈ ബ്രാക്കറ്റ് മാറ്റി എഴുതണം. 2k plus 2 minus 1. 2k plus 1 വരും. 2k plus 1. Okay, 2k 2 plus 2 minus 1, that is 2k plus 1 ഒരു ടേം വരും. അടുത്ത ടേം എന്ന് പറയുന്നത് 2k plus 2 plus 1, that is 2k plus 3 വരും. അതാണ് ലാസ്റ്റ് ടേം ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി അതിന് നമുക്കൊന്ന് ഇവിടം വരെയുള്ള സ്റ്റേറ്റ്മെന്റ്, ഇവിടം വരെയുള്ള സം എന്ന് പറയുന്നത് P of k ആണ്. P of kക്ക് പകരം എന്താ എഴുതാം? ഈ ഒരു റിസൾട്ട് എഴുതി വെക്കാം. that is k into 4k square plus 6k minus 1 by 3. ലാസ്റ്റ് ടേം ആയിട്ടുള്ളത് 2k plus 1 into 2k plus 3. ഇനി നമുക്ക് ഫ്രാക്ഷൻ ആഡ് ചെയ്യാൻ, അത് കോമൺ ആയിട്ട് എടുക്കാനൊന്നും കാണുന്നില്ല. നമുക്ക് ഫ്രാക്ഷൻ ആഡ് ചെയ്ത് നോക്കാം. ഫ്രാക്ഷൻ ആഡ് ചെയ്യുമ്പോൾ k into 4k square plus 6k minus 1 plus 3 into ഇത് രണ്ടും കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 4k square plus 6k plus 2k plus 3 the whole divided by 3. ഈ ചെറിയ ചെറിയ ബ്രാക്കറ്റുകളൊക്കെ ഇങ്ങോട്ട് മാറ്റി എല്ലാം കൂടി ഒരുമിച്ച് എഴുതാം. 4k cube plus 6k square minus k plus 12k square plus 18k plus 6k plus 9.
ഇവിടെ രണ്ടുകൂടെ ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതിയായിരുന്നു. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ 3 which is equal to 4k cube പറഞ്ഞേ ഉള്ളൂ. 4k cube plus 6k square plus 12k square, that is 18k square minus k plus 18k, that is plus 17k, 17ഉം 6ഉം കൂടി 23 plus 9 by 3. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് നമ്മുടെ രീതിയിലോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടിരുന്നാലും മതി. LHS ആണ് നമ്മൾ ചെയ്തത്, ഇതിവിടെ കിടക്കട്ടെ. ഇനി RHS ചെയ്യണം. റൈറ്റ് ഹാൻഡ് സൈഡ് ആ P ഓഫ് n-ന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരുന്നു? n ഇൻറ്റു 4n സ്ക്വയർ പ്ലസ് 6n മൈനസ് 1 ബൈ 3. ഇനി RHS PK പ്ലസ് 1ന്റെ RHS ആണ് എഴുതുന്നത്. ഈ ഓരോ n-നും പകരം എന്ത് കൊടുക്കണം? K പ്ലസ് 1 കൊടുക്കണം. അപ്പൊ ഒന്ന് K പ്ലസ് 1 കൊടുത്തു നോക്കാം. K പ്ലസ് 1 ഇൻറ്റു 4 into k plus 1 the whole square plus 6 into k plus 1 minus 1 by 3. ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ LHS തന്നെ കിട്ടണം. സോൾവ് ചെയ്ത് നോക്കാം. ആദ്യം k plus 1 പുറത്തിടുക. 4 into k plus 1 the whole square ആണ്. k square plus 2k plus 1 plus ഈ 6 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. 6k plus 6 minus 1 by ബ്രാക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്യുന്നത് by 3. നമുക്ക് ഇവിടെ k plus 1 ഈ അകത്തുള്ളത് 4 into k square, that is 4k square plus 4 into 2k, that is plus 8k plus 4 plus 6k plus 5 അല്ലെ, 6 minus 1 is 5 by 3. ഈ മുകളിലുള്ള ഒന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. k plus 1 into 4k square plus 14k plus 9 by 3. ഇനി k plus 1 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 4k cube plus 14k square plus 9k plus 1 into, that is 4k square plus 14k plus 9 by 3. ഇനി ആഡ് ചെയ്ത് നോക്കാം. 4k cube, k square ഏതൊക്കെയുണ്ട്? 14 ഉണ്ട്, 4 ഉണ്ട്. That is 18k square. k യുടെ ടേം ഏതൊക്കെയുണ്ട്? 9kയും 14kയും. That is 23k plus 9 by 3. നമുക്ക് റൈറ്റ് സൈഡിലെ n-ന് പകരം k plus 1 കൊടുത്തപ്പോൾ ഇങ്ങനെയും കിട്ടി. ഇത് തന്നെയല്ലേ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്നും പറഞ്ഞ് കിട്ടിയത്? LHS 4k cube plus 18k square plus 23k plus 9 by 3. അപ്പൊ അത് തന്നെയാണ്. നമുക്ക് ഇവിടെ എന്ത് എഴുതാം? LHS is equal to RHS എന്ന് എഴുതാം. That is P of k plus 1 is true. So by principle of mathematical induction, P of n is true for every natural number n. Prove by principle of mathematical induction 1 into 2 plus 2 into 2 square plus 3 into 2 cube plus etc. plus n into 2 raised to n is equal to n minus 1 into 2 raised to n plus 1 plus 2. അപ്പോൾ n അടങ്ങിയ സ്റ്റേറ്റ്മെന്റ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് P of 1 പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. P of 1. അപ്പോൾ n-ന് 1 കൊടുക്കുക. n-ന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം അല്ലെ 1 2 3 ഈ ഒരു ടേം മാത്രമേ വരുള്ളൂ. LHS അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് 1 into 2 raised to 1. അപ്പോൾ nth ടേമിന് നമ്മൾ 1 into 2 ആ n-ന് 1 കൊടുത്താൽ മതി. is equal to 2 വരും. അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ റൈറ്റ് സൈഡിന്റെ n minus 1, that is 1 minus 1 into 2 raised to 1 plus 1 plus 2. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഈ ടേം എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ 1 minus 1 ആയതുകൊണ്ട് 0 into 2 raised to 2 വരും. that is 0 0 plus 2 is equal to 2. രണ്ട് സൈഡും LHSഉം RHSഉം ഈക്വൽ ആയി കിട്ടി. നമുക്ക് P of 1 ട്രൂ ആയി കിട്ടി. P of 1 ട്രൂ ആണെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് assume that P of k is true for some natural number k less than n. എന്നിട്ട് k ഉള്ള സ്റ്റേറ്റ്മെന്റും എഴുതി വെക്കാം. അപ്പോൾ P of k യുടെ സ്റ്റേറ്റ്മെന്റ് എഴുതി എവിടെയൊക്കെ n ഉണ്ടോ അവിടെയൊക്കെ k കൊടുത്താൽ മതി. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പ്രൂവ് ചെയ്യണം P of k plus 1. അപ്പൊ P of k plus 1ന്റെ
സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് LHS, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ കെക്ക് പകരം എന്നിന് പകരം k+1 കൊടുക്കാം. അപ്പൊ ലെഫ്റ്റ് സൈഡ് നമുക്ക് നോക്കാം. 1 × 2 പ്ലസ് 2 × 2 സ്ക്വയർ പ്ലസ് 3 × 2 ക്യൂബ് പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ടേം വരുന്നത് അതായത് n × 2n ആയിരുന്നു. അപ്പൊ എന്നിന് പകരം നമ്മൾ k+1 കൊടുത്തു. k+1 × 2k+1 which is equal to 1 × 2 plus 2 × 2 square. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? 2 ക്യൂബ് പ്ലസ് എക്സെട്ര. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന് തൊട്ട് മുന്നത്തെ ഒരു ടേം ഉണ്ട്, അത് p of k യിലെ ലാസ്റ്റ് ടേം ആയിരിക്കും. പ്ലസ് k × 2k പ്ലസ് k+1 ലാസ്റ്റ് ടേമും കൂടെ എഴുതാം. k+1 × 2k+1. അപ്പൊ ഇത്രയും ഭാഗത്തെ സമ്മ് എന്ന് പറയുന്നത് നമുക്ക് ആ റിസൾട്ട് ശരിയാണെന്നും പറഞ്ഞ് p of k ശരിയാണെന്നും പറഞ്ഞ് എഴുതി അതിനകത്തുള്ള റിസൾട്ട് കൊടുക്കാം. k-1 × 2k+1 പ്ലസ് 2 പ്ലസ് ലാസ്റ്റ് ടേം is k+1 × 2k+1. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിന് ഒരു കാൽക്കുലേഷൻ നടത്തണം. കാൽക്കുലേഷൻ നടത്തുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കോമൺ ഉണ്ടെങ്കിൽ പുറത്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. 2k+1 ഈ ഒരു ടേമിലും കോമൺ ഉണ്ട്, ഇവിടെ ടേമിലും 2k+1 ഉണ്ട്. അപ്പൊ ഈ രണ്ട് ടേംസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 2k+1 പുറത്തെടുക്കാം. which is equal to 2k+1 into അപ്പൊ k-1 ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇനി ബ്രാക്കറ്റ് ഒന്നും കൊടുക്കണ്ട, k+1 പ്ലസ് 2 മാറ്റി എഴുതാം. അടുത്ത സ്റ്റെപ്പ് 2k+1 into k-1 പ്ലസ് k. ഇപ്പൊ 2k ഉണ്ട്, 2k -1 പ്ലസ് 1 കൂടി എന്തായി മാറും? 0 ആയി മാറും. പ്ലസ് 2. അപ്പൊ ഈ ഒരു ടേമിൽ 2k+1 ഉണ്ട്, ഇവിടെ ഒരു 2k+1 ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2k+2 ആകും ഇൻറ്റു k പ്ലസ് 2. അപ്പൊ ഇതാണ് നമുക്ക് ലെഫ്റ്റ് സൈഡ് കിട്ടിയത്. ഇനി റൈറ്റ് സൈഡ് എത്ര നോക്കാം. റൈറ്റ് സൈഡ് RHS is equal to p of n k+1ന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ആണ് നോക്കുന്നത്. p of n-ന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് n-1 × 2n+1 പ്ലസ് 2 എന്നായിരുന്നു. അപ്പൊ ഈ n-ന് പകരം എന്ത് കൊടുക്കുക? k+1 കൊടുക്കുക. ഇവിടെയും കൊടുക്കുക, ഇവിടെയും കൊടുക്കുക. അപ്പൊ k+1 -1 into 2k+1 പ്ലസ് 1. n-ന് മാത്രമല്ലേ k+1 കൊടുത്തുള്ളൂ. പ്ലസ് 1 പ്ലസ് 2 which is equal to k+1 പ്ലസ് 1 -1 പോയി k ആയി, 2k+2 ആയി പ്ലസ് 2. ഇത് തന്നെയല്ലേ നമുക്ക് LHS കിട്ടിയത്? അത് തന്നെയാണ് LHS കിട്ടിയത്. LHS is equal to RHS. p of k+1 is true. ഈ 3 പ്രൊസീജിയറും കഴിഞ്ഞു PMIയുടെ. എന്നിട്ട് നമുക്ക് എഴുതാം p of n is true for by principle of mathematical induction. അത് എല്ലാ ക്വസ്റ്റ്യനും ലാസ്റ്റ് നമുക്ക് ഈ 3 പ്രൊസീജിയറും ചെയ്തതിന് ശേഷം എഴുതണം. p of n is true for every natural number n. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ബൈ PMI. ഈ ഒരു പ്രിൻസിപ്പൽ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് തുടങ്ങാം. p of 1ന്റെ LHS ലെഫ്റ്റ് സൈഡ്, that is 1/2 that is 1/2. റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് right side is 1 minus 1/2 that is 1 minus 1/2 which is also equal to 1. As p of 1 is true, assume that p of k is true for natural number n. natural number k less than n. അപ്പോൾ p of k യുടെ സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഇനി അടുത്തത് p of k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാണ്. p of k+1ന്റെ ലെഫ്റ്റ് സൈഡ് എഴുതാം. LHS is equal to 1/2 plus 1/4 plus 1/8 plus etc. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/2 എന്നിനു പകരം നമ്മൾ k+1 കൊടുത്തു. ഇനി ഇത് തൊട്ട് മുന്നത്തെ ടേമും കൂടി ചേർത്ത് എഴുതാം. 1/2 plus 1/4 plus 1/8 plus etc. plus 1/2k plus 1/2k+1. അപ്പൊ ഇവിടം വരെയുള്ള ടേമിന് പകരം, ഇവിടം വരെയുള്ള സമ്മിന് പകരം നമുക്ക് എഴുതാൻ പറ്റും which is equal to 1/1 minus 2k. അപ്പൊ ലാസ്റ്റ് ടേമും കൂടി പ്ലസ് 1/2k+1.
പിന്നെ എന്താ ചെയ്യുക, ഇനിയുള്ളത് കോമൺ എടുക്കുക. കോമൺ എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ കുറച്ച് സിംപ്ലിഫൈ ആക്കാൻ വേണ്ടിയിട്ടാണ് കോമൺ എടുക്കുന്നത്. അപ്പോൾ ഇനി കോമൺ എടുക്കാൻ പറ്റിയത് ഈ ഒരു ടേമിൽ നിന്നും ഈ ഒരു ടേമിൽ നിന്നും കൂടെ ഉള്ളൂ. 1 മൈനസ് ഇതിനകത്ത് നിന്ന് എന്ത് കോമൺ എടുക്കാം, ഈ രണ്ട് ടേമിൽ നിന്നും 1/2 raised to k കോമൺ എടുക്കാം അല്ലെ. ഇവിടെ 2 raised to k plus 1 എന്ന് പറയുന്നത് 2 raised to k plus 1 എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി 2 raised to k into 2 ആണ്. എന്നാലേ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ പവറുകൾ തമ്മിൽ ആഡ് ചെയ്ത് എഴുതൂ. അപ്പോൾ ഈ 2 raised to k plus 1 ൽ നിന്ന് നമ്മൾ 2 raised to k മാറ്റുമ്പോൾ ബാക്കിയുള്ളത് 2 raised to 1 ആണ്. നോക്കാം, 1 മൈനസ് 1/2 raised to k ആണ് പുറത്തെടുത്തത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടേമിൽ 1 വരും അല്ലെ. ഈ ഒരു ടേമിൽ സെക്കൻഡ് ടേമിനകത്ത് നിന്ന് 1 മൈനസ് 1/2 raised to k പുറത്തെടുക്കുമ്പോൾ ടേം 1 ആണ് വരുന്നത്. 1 മൈനസ് അല്ലെ, പ്ലസ് അല്ലേ ഇവിടെ, മൈനസ് നമ്മൾ മാറ്റി. അപ്പോൾ മൈനസ് 1 ഈ 2 raised to k ആ മാറ്റിയത്. 2 raised to k മാറ്റുമ്പോൾ 2 raised to 1 വരുന്നുണ്ട് അവിടെ 2 അല്ലെ. 1 മൈനസ് 1/2 which is equal to 1 minus 1/2 raised to k. ഈ 1 minus 1/2 എത്രയാണ്, 1ൽ നിന്ന് 1/2 പോയി, ഹാഫ് പോയി, വീണ്ടും ഹാഫ് വന്നു അല്ലെ. 1 minus 1/2 is 1/2 which is equal to 1 minus 1 ഈ 2 raised to k യും ഈ 2ഉം കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതുപോലെ തന്നെ കിട്ടും. 2 raised to k യും 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 raised to k plus 1. അപ്പോൾ നമുക്ക് കിട്ടിയത് 1 minus 1/2 raised to k plus 1 ആണ് LHS കിട്ടിയത്. ഇനി RHS നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്മെന്റിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് 1/1 നമ്മുടെ ക്വസ്റ്റ്യനിൽ 1 മൈനസ് 1/2 raised to n ആയിരുന്നു. ആ എന്നിന് പകരം എന്ത് കൊടുക്കാം, k plus 1 കൊടുക്കാം. 1 മൈനസ് 1/2 raised to k plus 1. അത് തന്നെയാണ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയിട്ട് കിട്ടിയത്. സോ LHS is equal to RHS. P of k plus 1 is true. P of n is true for every natural number by the principle of mathematical induction. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ഇതിനെ നമുക്കൊരു PN എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കാം. അത് P of 1 നോക്കാം. P of 1 LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് is equal to 1 ഫസ്റ്റ് സൈഡ് എന്തായാലും ഈ ഫസ്റ്റ് ടേം ആയിരിക്കും. എന്നിരുന്നാലും നമ്മൾ ആ എന്നിന് ഒരു 1 കൊടുത്ത് നോക്കി. ലാസ്റ്റ് ടേമിൽ എന്നിന് എന്ത് ടേമാണ് ഈ കിടക്കുന്നത് അതിനകത്ത് n 1 കൊടുത്ത് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഇത് തന്നെ ആയിരിക്കും 1/2 into 5 ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് നോക്കാം. 1/3 into 1 minus 1 into 3 into 1 plus 1 plus 2 which is equal to 1/3 minus 1 into 3 plus 2 which is equal to 1/2 into 5. ഇതാണ് ഫസ്റ്റ് ടേം വരുന്നത് 1/10. ഇനി റൈറ്റ് സൈഡ് RHS is equal to n/6n plus 4 ആണ്. that is 1/6 into 1 plus 4. that is 1/6 plus 4 which is equal to 1/10. അപ്പോൾ LHS is equal to RHS I. P of 1 true I. Assume that P of k is true for some natural number k less than n. അപ്പോൾ k വരെയുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് P of k plus 1ന്റെ റൈറ്റ് സൈഡ് നോക്കാം. P of k ലെഫ്റ്റ് സൈഡ് നോക്കാം. P of k plus 1ന്റെ LHS എന്ന് പറയുന്നത് 1/2 into 5 plus 1/5 into 8 plus 1/8 into 11 plus etc. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എങ്ങനെ എഴുതും അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ലാസ്റ്റ് ടേം LHSലെ ലാസ്റ്റ് ടേം നമുക്ക് ഇവിടെ വന്നത് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് 1/3n minus 1 3n plus 2 എന്നാണ്. ആ എന്നിന് പകരമാണ് നമ്മൾ k plus 1 കൊടുക്കുന്നത്. അപ്പോൾ ആ എന്നിന് പകരം മാത്രം അപ്പോൾ ഈ 3n എന്നുള്ളത് 3 into k plus 1 എന്ന് എഴുതണം. 3n ആണിത്. ഇനി ബാക്കിയുള്ള -1. ഓക്കെ, അപ്പം ശ്രദ്ധിച്ചെഴുതുക. ആ 3n minus 1ലെ എന്നിന് പകരം മാത്രമാണ് നമ്മൾ k plus 1 കൊടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ടേമും 3n plus 2 ആ എന്നിന് പകരം k plus 1 കൊടുക്കുന്നു plus 2. അപ്പോൾ ലാസ്റ്റ് ടേം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം, അതായത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. 1/2 into 5 1/5 into 8 plus 1/8 into 11 plus etc. പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/3k plus 3 minus 1. 3 into k 3k 3 into 1 3 minus 1. അപ്പോൾ 3k plus 2 വരും ആദ്യത്തെ ടേം. 3k plus 2. അതുപോലെ ഇവിടെ 3k plus 3 plus 2. that is 3k plus 5 വരും. ഓക്കെ, അപ്പോൾ ഇനി തൊട്ട് മുന്നത്തെ ടേം എന്ന് പറഞ്ഞാൽ P of kയിലെ ലാസ്റ്റ് ടേം തന്നെയായിരിക്കും. നമുക്ക് അതൊന്ന് നോക്കാം. അതുകൂടെ ചേർത്ത് എഴുതണം അടുത്ത സ്റ്റെപ്പിൽ. 1/2 into 5
1 by 5 into 8 is 1 by 8 into 11 plus ആ തൊട്ട് മുന്നത്തെ ടേമും കൂടി ചേർത്തൊന്ന് എഴുതണം 1 by 3k minus 1 into 3k plus 2 ലാസ്റ്റ് ടേം എഴുതാം 3k plus 2 into 3k plus 5. ഇനി ഇവിടം വരെയുള്ള റിസൾട്ട് നമ്മുടെ കയ്യിലിരിക്കുകയാണ് k into k by 6k plus 4 എന്നുള്ള റിസൾട്ട് എഴുതാം is equal to k by 6k plus 4 ആ ലാസ്റ്റ് ടേം എഴുതുമ്പോൾ 3k plus 2 into 3k plus 5. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടി നിൽക്കുന്നത്. അപ്പം ഇതിനകത്ത് നിന്ന് കോമൺ എടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? കോമൺ ആയിട്ട് എടുക്കാൻ ഉണ്ട് 3k plus 2 അല്ലേ? ഒരു 2 ഇനി പുറത്തെടുത്താൽ അത് 3k plus 2 ആവില്ലേ? ഇവിടെയുണ്ട് 3k plus 2. അപ്പം നമുക്ക് എഴുതാം 1 by 3k plus 2 പുറത്തെടുക്കാം. ഓക്കെ, അപ്പൊ ബാക്കി വരുന്നത് ഫസ്റ്റ് ഈ ഒരു ടേമിൽ എന്ത് വരും? ഇത് k by 2 into 3k plus 2 ആണ് ഈ കിടക്കുന്നത്. അപ്പൊ k by 2 വരും പ്ലസ് ഇവിടുന്ന് നമ്മൾ 3k plus 2 മാറ്റി 1 by 3k plus 5. ഈ കോമൺ എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഫ്രാക്ഷൻ ആഡ് ചെയ്യാൻ. ദാറ്റ് ഈസ് 1 by 3k plus 2 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം k ഇൻറ്റു 3k plus 5 plus 1 into 2 divided by 2 into 3k plus 5. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചു. ഇനി ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇറ്റ് ഈക്വൽ ടു 1 by ഇതും കൂടി അങ്ങ് പുറത്തു കൊണ്ടുവരാം. 3k plus 2 into 3k plus 5 into 2. ബ്രാക്കറ്റിനകത്ത് 3k സ്ക്വയർ അല്ലെ 5 plus 5k plus 2. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് മുകളിൽ കിട്ടിയത്. അതിനൊന്ന് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഈ ഫാക്ടറൈസ് ചെയ്യുന്നത് എങ്ങനെയാ? ഫാക്ടറൈസ് ചെയ്യുന്നത് 3k ഈ ഒരു ഇക്വേഷനിൽ ഫാക്ടറൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ടേം അതായത് 3നെ ഈ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിച്ചാണ് ഫാക്ടറൈസ് ചെയ്യാൻ. അപ്പോൾ 3നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? +6 കിട്ടുന്നു അല്ലെ? അപ്പൊ ഈ നടുക്കത്തത് കെയുടെ കോഎഫിഷ്യന്റ് എന്താണ്? +5 കിട്ടുന്നു. അപ്പൊ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് രണ്ട് നമ്പേഴ്സിനെ കണ്ടുപിടിക്കണം. ആ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +6ഉം ആഡ് ചെയ്യുമ്പോൾ +5ഉം കിട്ടത്തക്ക രണ്ട് നമ്പേഴ്സ്. ഓക്കെ, ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഹൈസ്കൂളിലാണ്, അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിനെ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് ഈ 5k സ്പ്ലിറ്റ് ചെയ്ത് കോമൺ എടുത്ത് നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. അപ്പൊ പ്രോഡക്റ്റ് +6ഉം സം ഓഫ് +5ഉം കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് +3ഉം +2ഉം അതിങ്ങനെ എടുത്ത് എഴുതി നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോൾ ഈ രീതി കിട്ടി. k + 1 into 3k + 2. അപ്പൊ 3k + 2 അങ്ങ് ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടുന്നത് k + 1 divided by 2 into 3k + 5 എന്നാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതാണ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കാം. സ്റ്റേറ്റ്മെന്റിന്റെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ n/6n + 4 ആയിരുന്നു. അവിടെ n പകരം നമുക്ക് എന്ത് കൊടുക്കണം? k + 1 കൊടുക്കണം. ദാറ്റ് ഈസ് k + 1 divided by 6 into k + 1 + 4. ദാറ്റ് ഈസ് k + 1 divided by 6k + 10 വരും. അത് തന്നെയാണ് നമുക്ക് LHS കിട്ടിയേക്കുന്നത്. അപ്പോൾ LHS is equal to RHS, hence by PMI, hence the result. Next question, prove by principle of mathematical induction a plus ar plus ar square plus etc plus ar is to n minus 1 is equal to ഒരു എക്സ്പ്രഷൻ ആണ്. ഇത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിലെ ജോമെട്രിക് പ്രോഗ്രഷന്റെ സമ്മാണ്. ഫസ്റ്റ് 10 ടേംസിന്റെ സമ്മാണ്. ഈ ഇക്വേഷൻ നമുക്ക് കാണാതെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇതൊരു പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് ഇത് ശരിയാണോ എന്ന് പരിശോധിക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്നത് പി ഓഫ് 1 പ്രൂവ് ചെയ്യുക. ഇവിടെ നമ്പേഴ്സ് അല്ല, അതിന് മുന്നേ എയും ആറും ഒക്കെ ഉള്ള 2-3 ടേംസ് ആ ഒരു വേരിയബിൾ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ പി ഓഫ് 1 ചെയ്യുമ്പോൾ എന്നിന്റെ വാല്യൂ കൊടുക്കുക. n എപ്പോഴും നമ്മൾ അങ്ങനെ നോക്കുന്നത് എന്നിന്റെ വാല്യൂ ആണ് 1 കൊടുക്കുന്നത്. അപ്പോൾ LHS ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എന്തായി മാറും? ലെഫ്റ്റ് സൈഡ് ഒരു ടേമേ ഉള്ളൂ അല്ലെ, ഫസ്റ്റ് ടേം a എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഒരു എന്നിന് 1 കൊടുത്ത് നോക്കാം. ar⁻1 - 1 അതായത് 0, ar⁻0 എന്ത് ⁻0 ആയാലും അത് 1 ആയിരിക്കും. a into 1 that is a. LHS ലെഫ്റ്റ് സൈഡ് രണ്ട് രീതിയിൽ നോക്കിയാലും നമുക്ക് a എന്ന് കിട്ടും. അതുപോലെ റൈറ്റ് സൈഡ് നോക്കാം. RHS is equal to റൈറ്റ് സൈഡിലെ എക്സ്പ്രഷനിൽ എന്നിന് 1 കൊടുക്കുക. a into r⁻1 - 1 divided by r - 1.
അപ്പൊ അവിടെ ഈ n എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പം ഈ r⁻1 എന്ന് പറഞ്ഞാൽ r ആണ്, r-1, ദാറ്റ് ഇസ് r-1ഉം ഈ r-1 നമുക്ക് ക്യാൻസൽ ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു e. അപ്പൊ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും a എന്ന് കിട്ടിക്കഴിഞ്ഞു. p of 1 ശരിയാണ്. അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സ്റ്റേറ്റ്മെന്റ് assume that p of k is true for some natural number k less than n. നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞു. p of kയുടെ സ്റ്റേറ്റ്മെന്റും എഴുതി, അതായത് n പകരം k കൊടുത്ത് എഴുതി. പിന്നെ അടുത്തത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് p of k+1 ആണ്, k+1. അപ്പൊ k+1ന്റെ ലെഫ്റ്റ് സൈഡാണ് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് LHS is equal to a plus ar plus ar² plus ലാസ്റ്റ് ടേം അങ്ങനെ വരുന്നത്. ലാസ്റ്റ് ടേമിൽ n പകരം എന്താ വേണ്ടത്? k+1 ആണ് വേണ്ടത്. ദാറ്റ് ഈസ് ar⁻n സ്ഥലത്ത് നമ്മൾ k+1 കൊടുക്കുന്നു. ഒരു -1 കൂടി ഉണ്ട് അവിടെ അല്ലെ. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അതിന്റെ തൊട്ട് മുന്നത്തെ ടേം എഴുതുന്നു. അത് p of kയിലുള്ള ലാസ്റ്റ് ടേം ആയിരിക്കും. a plus ar plus ar² plus etc plus ar⁻k-1. ഈ ലാസ്റ്റ് ടേം നമുക്ക് എന്താ കിട്ടിയത്? ar⁻k+1ഉം -1ഉം കൂടെ പോയി ar⁻k ആവും. ar⁻k. അപ്പൊ ഇവിടം വരെയുള്ള റിസൾട്ട് നമുക്കറിയാം. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുപോലെ ചെയ്തതാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇത് പോകുന്നത്. ഈ ഇവിടം വരെയുള്ള റിസൾട്ട് നമ്മൾ p of k ശരിയാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് അതിന് പകരം ആ റിസൾട്ട് കൊടുക്കാം, a into r⁻k-1 by r-1. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ar⁻k. ഇനി നമ്മൾ സാധാരണ ഇതുപോലെ കാൽക്കുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കോമൺ എടുക്കാൻ പറ്റുന്നു നോക്കുക. കോമൺ എടുക്കാൻ പറ്റുന്നില്ല സാധാരണ പോലെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ കോമൺ എടുക്കാൻ പറ്റുന്നില്ല. ar⁻k-1 താഴെ ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ വാല്യൂ കിടക്കുന്നതുകൊണ്ട് കോമൺ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും നമുക്ക് സാധാരണ കാൽക്കുലേഷൻ പോലെ ചെയ്തു നോക്കാം. ഇപ്പൊ a വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ar⁻k-a by r-1 പ്ലസ് ar⁻k. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു 1 ഉണ്ട്, ഡിവൈഡ് ബൈ 1. അപ്പൊ ഇനി ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ r-1 into 1 ആണ്. അത് അവിടെ എഴുതി. ഇനി മുകളിലുള്ളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into ar⁻k-a, അത് തന്നെയാണ് ar⁻k-a പ്ലസ് ഇത് ar⁻k into r-1, ar⁻k into r-1. അപ്പൊ ഈ ബ്രാക്കറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിടണം. അതായത് അതും കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ടേം ഇത് രണ്ടുമാണ്. ar⁻k-a പ്ലസ് ഇവിടെ ar⁻k into r, ദാറ്റ് ഈസ് ar⁻k+1 അല്ലെ. അവിടെ r⁻k ഉണ്ട് r ഉണ്ട്. അപ്പൊ രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ r⁻k+1, ദാറ്റ് ഈസ് മൈനസ് ar⁻k അല്ലെ into 1, ar⁻k into -1, that is minus ar⁻k, the whole divided by r-1. അത് നോക്കിയേ, ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. ar⁻kയും മൈനസ് ar⁻kയും ഈ രണ്ട് ടേംസേ ഉള്ളൂ. രണ്ട് ടേംസിൽ നമുക്ക് അങ്ങ് പുറത്തെടുക്കാം. a പുറത്തെടുക്കുമ്പോൾ വരുന്നത് r⁻k+1, അത് പ്ലസ് ടേം ആയതുകൊണ്ടാണ് ആദ്യം എഴുതിയത്. മൈനസ് ഈ a-കകത്തുനിന്ന് a പുറത്തെടുക്കുമ്പോൾ -1 divided by r-1. അപ്പൊ ഇത് ഇങ്ങനെ ഇട്ടരെ നമുക്ക് ആ p of k+1ന്റെ എന്തുകൂടി നോക്കണം? ഇനി RHS കൂടി നോക്കണം. pk+1 അതിന്റെ റൈറ്റ് സൈഡ് കൂടി നോക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ p of n ലാസ്റ്റ് ടേം എന്ന് പറയുന്നത്, അതായത് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത്, ക്വസ്റ്റ്യന്റെ റൈറ്റ് സൈഡ് ar⁻n-1 by r-1 ആയിരുന്നു. അപ്പൊ ഇതിനകത്ത് ഈ n പകരം എന്ത് കൊടുത്താൽ മതി? k+1 കൊടുത്താൽ മതി. RHS is equal to a into r⁻k+1 -1 by r-1. അപ്പൊ ഇത് തന്നെയാണ് നമുക്ക് LHSഉം കിട്ടിയത് അല്ലെ. LHSഉം അത് തന്നെയാണ്, RHSഉം അത് തന്നെയാണ്. അത് രണ്ടും ഈക്വൽ ആണ്. p of k+1 ശരിയാണ്. അപ്പൊ എഴുതാം, p of k+1 is true. Hence, by principle of mathematical induction, it is true for every natural number n. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് p of 1 വെച്ച് തുടങ്ങാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇവിടെ സം അല്ല. മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് ഇടയ്ക്കൊക്കെ. അപ്പൊ ലെഫ്റ്റ് സൈഡ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് നോക്കാം. LHS p of 1 ആവുമ്പം LHS എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം മാത്രമേ കാണൂ. എന്നാൽ ലാസ്റ്റ് ടേമിൽ നമുക്ക് n-1 കൊടുത്തു നോക്കാം. ദാറ്റ് ഈസ് 1 പ്ലസ്
2 into 1 plus 1 അല്ലെ 2n plus 1 എന്ന് പറഞ്ഞാൽ 2 into 1 plus 1 that is 3 by n square എന്ന് പറഞ്ഞാൽ 1 square. Okay, അപ്പോൾ that is 1 plus 3 which is equal to 4. അപ്പം ഈ n-ന് പകരം നമ്മൾ 1 കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അഡിഷൻ അല്ലാത്തത് കൊണ്ടാണ് ഈ ഫസ്റ്റ് ടേമിൽ നിന്ന് നമുക്ക് വ്യത്യാസം വന്നത് അല്ലെ. ഇവരെല്ലാം മൾട്ടിപ്ലിക്കേഷൻ. അഡിഷൻ ആകുമ്പോൾ ഫസ്റ്റ് ടേം മാത്രം ഒരെണ്ണം കിട്ടും, സെക്കൻഡ് ടേം മാത്രം കിട്ടും, തേർഡ് ടേം മാത്രം. അവിടെയൊക്കെ ലാസ്റ്റ് ടേം എടുത്ത് n-ന് വാല്യൂ കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ അങ്ങനെ കിട്ടിയില്ല. 1 plus 1/3 എന്ന് പറയുന്നത് 4 ഒന്നുമല്ല. അപ്പൊ അത് എന്ന് പറയുന്നത് ഈ ഒരു റീസൺ കൊണ്ടാണ്, മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി ഇവിടുത്തെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കാം. RHS is equal to RHS, അതായത് n plus 1 the whole square. n-ന് 1 കൊടുക്കുമ്പോൾ 1 plus 1 the whole square വരും. that is equal to 2 square. 2 square is equal to 4. രണ്ടും LHS-ഉം RHS-ഉം ഈക്വൽ ആയിട്ട് കിട്ടി. P of 1 ശരിയാണ്. So assume that P of k is true for some natural number k less than n. അപ്പോൾ നമ്മൾ P of kയുടെ സ്റ്റേറ്റ്മെന്റും എഴുതി വെച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് P of k plus 1 പ്രൂവ് ചെയ്യണം അത് പ്രൂവ് ആണ്, ശരിയാണ് എന്ന് തെളിയിക്കുകയാണ്. അപ്പോൾ P of k plus 1ന്റെ ലെഫ്റ്റ് സൈഡ് നോക്കണം ആദ്യം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് is equal to, അപ്പോൾ ലെഫ്റ്റ് സൈഡിന്റെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 plus 2n plus 1. അതിനാണ് n-ന് പകരം മാത്രം നമ്മൾ k plus 1 കൊടുത്തുകൊണ്ടാണ് ചെറിയൊരു ബ്രാക്കറ്റ്. താഴെ n സ്ക്വയറിന് പകരം k plus 1 the whole square. അപ്പൊ അത് ഒന്ന്, അതായത് 2k പ്ലസ്, ഇവിടെ വരുന്നത് 2k plus 2 plus 1. that is 2k plus 3 ആണ് ന്യൂമറേറ്ററിൽ വരുന്ന വാല്യൂ. അതോടെ ചേർത്തൊന്ന് എഴുതി നോക്കാം. pk plus 1ന്റെ ലാസ്റ്റ് ടേം നമ്മൾ എഴുതി 2k plus 3 by k plus 1 the whole square. ഇനി ഇവിടെയുള്ള ടേം തൊട്ട് മുന്നേ ഉള്ള ടേം, അത് P of kയിലെ ഈ ടേം ആയിരിക്കും. 2k plus 1 by k square 1 plus അങ്ങനെയുള്ള ടേം ആയിരിക്കും. അത് നമുക്ക് അതോടെ ചേർത്ത് അടുത്ത സ്റ്റെപ്പ് P of kയുടെ ഉള്ള ടേം, അതായത് തൊട്ട് മുന്നത്തെ ടേം കൂടെ എഴുതി. നമുക്കറിയാം ഇവിടം വരെ ഉള്ള ചെയ്ത റിസൾട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് k plus 1 the whole square ആണ്. അപ്പോൾ അതിന് പകരം നമുക്ക് എഴുതാം k plus 1 the whole square. k plus 1 the whole square into 1 plus 2k plus 3 by k plus 1 the whole square. അപ്പോൾ ഈ k plus 1 സ്ക്വയറും ഈ k plus 1 സ്ക്വയറും നമുക്ക് ക്യാൻസൽ ചെയ്യാം. പക്ഷെ അതിന് മുൻപേ ഇത് ഈ 2k plus 3ക്ക് മാത്രമുള്ള ഡിനോമിനേറ്റർ. അപ്പോൾ അതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇതൊരു ഫുൾ ഡിനോമിനേറ്റർ ആക്കണം. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു നമ്പർ ആയതുകൊണ്ട് ആ ഡിനോമിനേറ്റർ ഈ k plus 1 the whole square ക്യാൻസൽ ആയി പോകുള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്രാക്ഷൻ ഒന്ന് ആഡ് ചെയ്യണം ആദ്യം. ദാറ്റ് ഈസ് k plus 1 the whole square. ബ്രാക്കറ്റിനകത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. k plus 1 the whole square plus 2k plus 3 by k plus 1 the whole square. ഇപ്പോൾ ഈ k plus 1 the whole square എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യാം. മുകളിൽ വരുന്നത് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. k plus 1 the whole square മുകളിലുണ്ട്. ആ k plus 1 the whole square എന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ k square plus 2k plus 1 അല്ലെ. a square a plus b the whole square, a square plus 2ab plus b square വെച്ചിട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കിട്ടി. ബാക്കി ഒരു 2k plus 3 അതിന്റെ കൂടെ ഉണ്ട്. അപ്പൊ താഴെ ഒന്നുമില്ല, ഡിനോമിനേറ്റർ ഒക്കെ പോയി കഴിഞ്ഞു. അപ്പൊ ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. k square plus 4k plus 4 അല്ലെ. 1 plus 3 is 4. അപ്പൊ ഈ ഇത് എന്ന് പറയുന്നത് k square plus 4k plus 4 എന്ന് പറയുന്നത് k plus 2 the whole square-ന് ഈക്വൽ ആണ്. k plus 2 the whole square. അപ്പൊ എങ്ങനെ എഴുതി വിട്ടേരെ. ഇനി നമുക്ക് P of k plus 1ന്റെ റൈറ്റ് സൈഡ് P of k plus 1ന്റെ RHS കാണണം. ദാറ്റ് ഈസ് RHS is equal to ലാസ്റ്റ് ടേം, അതായത് നമ്മുടെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്മെന്റിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് n plus 1 the whole square ആയിരുന്നു അല്ലെ. അപ്പൊ അത് P of k plus 1ന്റെ RHS എടുക്കുമ്പോൾ ഈ n-ന് പകരം എന്ത് കൊടുക്കണം? k plus 1 കൊടുക്കണം. that is k plus 1 plus 1 the whole square. k plus 1 the whole plus 1 എന്ന് പറഞ്ഞാൽ എന്താ? k plus 2 the whole square. അപ്പൊ അത് തന്നെയാണ് നമുക്ക് LHS ആയിട്ട് കിട്ടിയത് അല്ലെ. അപ്പൊ LHS is equal to RHS. So P of k plus 1 is true. So by principle of mathematical induction, it is true for, the statement is true for every natural number n.